Assalamualaikum warahmatullahi wabarakatuh. Alhamdulillahi rabbil alamin. Allahumma salli ala sayyidina Muhammadin wa ala ali Muhammad. എന്റെ മാന്യ സഹോദര ആപ്പിൾ ജ്യൂസ്, ശരിക്ക് എന്ന് പറയാന്നെങ്കിൽ നൂർ ഫൈസ് ഉസ്താദ് എത്രയോ പ്രാവശ്യം ഇവിടെ പറഞ്ഞു കഴിഞ്ഞു. എത്രയോ പ്രാവശ്യം പറഞ്ഞു കഴിഞ്ഞു. നിങ്ങള് വെല്ലൂരിലെ സനത് എന്താ നിങ്ങൾ വായിക്കാൻ മടിയെന്ന് ഞാൻ പറയുന്നു. ആപ്പിൾ ജ്യൂസ്, നിങ്ങൾ പറയുന്നത് ശരിക്ക് കേൾക്കണം. ഇനി ഈ ചോദ്യമായിട്ട് ഇങ്ങോട്ട് വരരുത്. അതുകൊണ്ടാ പറയുന്നത്. നിങ്ങളെ പേരോട് അബ്ദുറഹ്മാൻ സഖാഫി ആയിട്ടോ, നിങ്ങൾക്ക് ചിലപ്പോൾ അതിന്റെ മലയാളം പറഞ്ഞാൽ നിങ്ങൾ ഔദ്യോഗികമായിട്ട് എന്ന് പറയുമ്പോൾ ചിലപ്പോൾ മനസ്സിലായിട്ടുണ്ടാവില്ല എന്നാ. പേരോട് അബ്ദുറഹ്മാൻ സഖാഫി ആയിട്ടോ, അല്ലെങ്കിൽ SSFന്റെ ഏതെങ്കിലും ഒരു ജില്ലാ കമ്മിറ്റിയോ അല്ലെങ്കിൽ ഒരു സ്റ്റേറ്റ് കമ്മിറ്റിയോ ഔദ്യോഗികമായിട്ട് പറയും, വെല്ലൂരിലെ സനത് ഇല്ലാത്ത മുടിയാണ് അവിടെ ഉള്ളത്. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തിരുശേഷം വെല്ലൂരിലുള്ളതിന് സനത് ഇല്ല എന്നിട്ട് പറയും. അങ്ങനെ നിങ്ങൾ ഇങ്ങോട്ട് പറയാന്നുണ്ടെങ്കിൽ അപ്പൊ നമുക്കതിന് നോക്കാം. ഞങ്ങൾ അതേപോലെയാണ് പറയുന്നത്. നിങ്ങൾ മർക്കസിൽ വ്യാജമായിട്ട് സൂക്ഷിച്ചിരിക്കുന്ന മുടിക്ക് സനതും ഇല്ല, അത് റസൂലുള്ളാഹിന്റെ മുടിയല്ല എന്ന് പറയാണ്. അപ്പൊ നിങ്ങൾ അതിന്റെ സനത് കൊണ്ട് ഞങ്ങൾ പറഞ്ഞ അതേപോലെ നിങ്ങൾ വെല്ലൂരുത്തത് ഇല്ല എന്നോട് പറയും. അല്ലാതെ ഇത് പറഞ്ഞത് തന്നെ പറയാ. ആപ്പിൾ ജ്യൂസ് പോയോ? ആപ്പിൾ ജ്യൂസ് കേൾക്കുന്നുണ്ടല്ലോ. അപ്പൊ നിങ്ങളോട് അതാണ് പറയാനുള്ളത്. വെല്ലൂരുത്ത മുടിക്ക് നിങ്ങൾ രണ്ടാമത് നിങ്ങൾ ഇങ്ങനെ വെല്ലൂരുത്ത സനത് എന്താ വായിക്കാൻ മടിയെന്നല്ല ചോദിക്കണ്ടേ. നിങ്ങൾക്ക് ഒരു കാര്യം കൂടി കേൾക്കണം. വെല്ലൂരുത്ത മുടിയുടെ സനത് എന്റെ കയ്യിലുണ്ട് എന്ന് നൗഷാദ് അഹ്സനി പറഞ്ഞിട്ടുണ്ട്. ഇനി അത്ര വലിയ നിങ്ങൾക്ക് ആവശ്യമുണ്ട്, നൗഷാദ് അഹ്സനിയായിട്ടൊന്ന് ബന്ധപ്പെട്. എളുപ്പമാണല്ലോ. വേണമെങ്കിൽ ഇപ്പൊ ക്ലിപ്പും തരാം. വേണോ? നൗഷാദ് അഹ്സനിയാണ് പറഞ്ഞിട്ടുള്ളത് വെല്ലൂരിലെ മുടി ഞങ്ങളെ കയ്യിലുണ്ട്, സനത് ഞങ്ങളെ കയ്യിലുണ്ട്. പിന്നെ എന്താ ഞങ്ങൾ തന്നെ അത് വായിക്കണം? അപ്പൊ നിങ്ങളെ നേതാക്കന്മാർക്ക് വരെ അതിന് ഉറപ്പാണ് അത് കയ്യിലുണ്ട് എന്ന്. പിന്നെ ഇത് ഇവിടെ വന്ന് ചോദിക്കുമ്പോ എല്ലാ കാര്യങ്ങളും നിങ്ങളൊന്ന് പരസ്പരം ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞുകൊണ്ട് നിങ്ങൾ ചോദിക്കാൻ വരുന്ന ആളുകൾ തന്നെ തമ്മിലൊന്ന് മുശാവറ ചെയ്തിട്ട് വരിക. വെല്ലൂരത്തെ മുടിന്റെ സനത് ആ കയ്യിലുണ്ട് എന്ന് കീശേരിയിലെ, ഞാൻ അവിടെ വെച്ചാണ് കണ്ടത്, വേറെ സമയത്ത് ഇവിടുന്ന് അശ്വനി പറഞ്ഞിട്ടുണ്ടോ അറിയില്ല. കീശേരിയിലെ സംവാദ വ്യവസ്ഥ പറയാൻ നേരത്ത് വെല്ലൂരത്തെ മുടിന്റെ സനത് നിങ്ങൾക്ക് കിട്ടൂല, കാന്തപുരത്തിന്റെ കുട്ടികളുടെ കയ്യിലുണ്ട് എന്ന് പറഞ്ഞ് നൗഷാദ് അഹ്സനി അവിടെ കാണിക്കുന്നുണ്ട്, അവിടെ അങ്ങനെ പറയുന്നുണ്ട്. അതുകൊണ്ട് ഈ നൗഷാദ് അഹ്സനിയോട് തന്നെ ചോദിക്ക്, വെല്ലൂരത്തെ മുടിക്ക് സനതുണ്ടോ? പിന്നെ എന്തിനാ ഞങ്ങളത് വായിക്കണം എന്ന് പറഞ്ഞ്? ഞങ്ങളത് വായിക്കണം എന്നുണ്ടെങ്കിൽ കാസിം ഉസ്താദ് 50,000 രൂപക്ക് മുടിയിട്ട വെള്ളം വിറ്റിട്ടുണ്ട് എങ്കിൽ നിങ്ങൾ പറയേണ്ടത് ആ വെല്ലൂരിലെ കാസിം വിറ്റ വെല്ലൂരിലെ അതിന് സനതില്ല, ആ ശേഷം അത് വ്യാജമാണെന്ന് നിങ്ങൾ പറയണം. അപ്പൊ ഞങ്ങൾ പറഞ്ഞു തരും. അല്ലാതെ ഇനി മൈക്കെടുക്കുമ്പോ ഇതിനാണ് മറുപടി പറയാം. അല്ലാതെ നിങ്ങളിങ്ങനെ നൂർ ഫൈസി ഉസ്താദ് ഒരു 100 പ്രാവശ്യത്തിന് മറുപടി പറഞ്ഞിട്ടുണ്ടാവും. അപ്പോഴും പറയും എന്താ നിങ്ങൾക്ക് വെല്ലൂരത്തേന് പറയാൻ പേടി, എന്താ നിങ്ങൾക്ക് വെല്ലൂരത്തേന് പറയാൻ പേടി? ഞങ്ങളൊക്കെ ഭക്ഷണം കഴിക്കുന്ന ആളുകൾ തന്നെയാണ്, അന്നം തിന്നുന്ന ആളുകളാണ്. അതുകൊണ്ട് ചോദ്യം ചോദിക്കുമ്പോ അങ്ങനെ ഉള്ള ചോദ്യങ്ങളൊന്നും ചോദിക്കണ്ട. കാര്യമായിട്ട് എന്തെങ്കിലും ഒരു ചോദ്യം ഉണ്ടോ? രണ്ടാമതായിട്ട് ഞാൻ ഒന്നും കൂടി പറയണോ, നിങ്ങൾ അഹ്സനിയും പേരോടിനൊക്കെ പറയുന്നുണ്ടല്ലോ, ഈ അഹ്സനിയുടെയും പേരോടിനോടും ഒന്ന് പറയും, ഈ വിഷയത്തിൽ നിങ്ങൾ ചർച്ചക്ക് തയ്യാറുണ്ടോ, സംവാദത്തിന് തയ്യാറുണ്ടോ? എത്ര പ്രാവശ്യം ചോദിച്ചു. എന്താ നിങ്ങൾക്കൊരു പേടി? മർക്കസിൽ നിങ്ങളെ കയ്യിലുള്ള വ്യാജമുടിയുമായിട്ട് സംവാദത്തിന് തയ്യാറുണ്ടോ? എവിടൊക്കെ ഞങ്ങൾ വെല്ലുവിളിച്ച് എന്താ നിങ്ങൾക്കൊരു പേടി ഇതില്? അതുകൊണ്ട് അതിന് തയ്യാറാകും. അല്ലെങ്കിൽ അല്ലാതെ വെല്ലൂരത്തേന്റെ സനത് കൊണ്ടിരും എന്ന് പറയല്ലേ. അതുകൊണ്ട് മാന്യമായിട്ട് മനസ്സിലാക്കണം. ചോദ്യങ്ങൾക്ക് ഉസ്താദ് നൂർ ഫൈസി ഉസ്താദ് വളരെ മാന്യമായിട്ട് അതിൻ്റെതായ രീതിയിൽ ഇവിടെ മറുപടി പറഞ്ഞു. അപ്പോഴും ചോദിക്കാം, വെല്ലൂരത്തേന് നേരത്തെ നിങ്ങൾ പറഞ്ഞിട്ടില്ല, സനത് പറഞ്ഞിട്ടില്ല. വെല്ലൂരത്തേന് സനത് ഇല്ല, അല്ലെങ്കിൽ മുടി വ്യാജാണെന്ന് മൈക്കെടുത്ത് പറയും. ഇത് നിങ്ങൾ പറഞ്ഞോണ്ട് കാര്യമില്ല, ഔദ്യോഗികമായിട്ടുണ്ട് പറയണം. ഒന്നെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും ഒരു കമ്മിറ്റി പറയണം, അല്ലെങ്കിൽ പേരോട് പറയട്ടെ, അല്ലെങ്കിൽ ആ സ്വപ്നജീവിയായ പകരെങ്കിലും പറയട്ടെ. എന്നാ ഞങ്ങൾ അതിനുള്ള വഴി അപ്പൊ കാണിച്ചു തരും. ഓക്കെ, അസ്സലാമു അലൈക്കും. ശബ്ദം കേൾക്കുന്നുണ്ടോ? എന്റെ ശബ്ദം കേൾക്കുന്നുണ്ടോ? ശരിക്കും ഓക്കെ. ആപ്പിൾ ജ്യൂസ് അവിടെ ഉണ്ടല്ലോ അല്ലെ? ആപ്പിൾ ജ്യൂസിന്റെ ശബ്ദം കേൾക്കുന്നുണ്ടോ? ആപ്പിൾ ജ്യൂസിനോട് പറയാനുള്ളത്, നിങ്ങൾ വെല്ലൂരിലെ മുടിയുടെ സനത് നിങ്ങൾ നിഷേധിക്കുന്നു. നമ്മൾ സിദ്ദീഖ് പറഞ്ഞത് തന്നെ, അതിന്റെ സനത് നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടോ ഇല്ലയോ? ഇപ്പൊ ഇതിന് മറുപടി ഒരു ടെക്സ്റ്റ് അടിക്കും നിങ്ങൾ.
ആപ്പിൾ ജ്യൂസിന്റെ ശബ്ദം കേൾക്കുന്നുണ്ടെങ്കിൽ ഒരു ടെക്സ്റ്റ് അടിക്കും. ഉണ്ടോ ഇല്ലേ? യെസ് ഓർ നോ? ആപ്പിൾ ജ്യൂസിന്റെ ഡോട്ട് ഇല്ലേ? ആ ടെക്സ്റ്റ് ഡോട്ട് ഒന്ന് ഒഴിവാക്കി കൊടുക്കും. ആപ്പിൾ ജ്യൂസിന് ഇപ്പൊ ഞാൻ കേൾപ്പിച്ചു തരാം. നിങ്ങളുടെ നേതാവ് നൗഷാദ് ഹസനിയുടെ പ്രസംഗിച്ച ഒരു പ്രസംഗമുണ്ട്. അന്ന് അവിടെ കീഴ്ശ്ശേരി ഉണ്ടായിരുന്ന സംവാദത്തിന് വേണ്ടി തയ്യാർ ചെയ്യപ്പെട്ട സംവാദ വ്യവസ്ഥയിൽ പറഞ്ഞൊരു കാര്യമുണ്ട്. അത് നിങ്ങൾക്ക് ഇപ്പൊ ഞാൻ കേൾപ്പിച്ചു തരാം. എന്തായാലും പറഞ്ഞ് ഡോട്ട് ഒഴിവാക്കി കൊടുക്കും, ടെക്സ്റ്റ് ഡോട്ട് ഒഴിവാക്കി കൊടുക്കും. അബൂ റാഷിദ് അൻവർ ഉസ്താദ് മൈക്ക് എടുത്തോളൂ, ഞാൻ ആക്റ്റീവ് ആക്കി വെച്ചിരുന്നു. ഓക്കെ, അസ്സലാമു അലൈക്കും. അബൂ റാഷിദ് നിങ്ങൾ മൈക്കിൽ വരൂ. അബൂ റാഷിദ് മൈക്കിൽ വരൂ. അസ്സലാമു ഓക്കെ, ആപ്പിൾ ജ്യൂസ് അവിടെ ഉണ്ടല്ലോ അല്ലെ? ടെക്സ്റ്റ് ഒഴിവാക്കി കുടിക്കാം അവർക്ക്. ഏതായാലും അയാൾ മിതവാദി എന്ന് പറഞ്ഞ സ്ഥിതിക്ക് ഞാൻ അദ്ദേഹത്തിന്റെ നേതാവ് പറഞ്ഞ ഒരു ക്ലിപ്പ് ഞാൻ വെച്ചു കൊടുക്കുകയാണ്. ക്ലിപ്പ് ഡോട്ട് ഒഴിവാക്കി കൊടുക്കാം അവർക്ക്. ഏതായാലും ഇതൊന്ന് കേൾക്കും, എന്നിട്ട് നീ പറയും. കൂടി വായിച്ചു നോക്കിയാൽ മതി. ഒരു ഷഹർ മുബാറക്ക് റസൂലുള്ളാഹിന്റെ ഷഹറാണോ അല്ലേ എന്ന് തീരുമാനിക്കാനുള്ള മാനദണ്ഡം അത് ഇതിന് നേരുണ്ടോ ഇല്ലേ എന്ന് നോക്കണമല്ല. ഉറപ്പണതം തന്നെയാണ്. അത് മാനദണ്ഡമല്ല. അതിന് മാനദണ്ഡം അത് മുസ്ലിമീങ്ങൾക്കിടയിൽ അറിയപ്പെട്ടതാണോ, മുസ്ലിം പണ്ഡിതന്മാർ അംഗീകരിച്ചതാണോ, ഇതാണ് അതിന്റെ മാനദണ്ഡം. അതേ സമയത്ത് നേര് ഒരു മോചിതത്താണ്. അതിനിപ്പോ ഉണ്ടായി തോന്നിയാൽ തന്നെ അത് ഷഹർ മുബാറക്കല്ല എന്ന് പറയാനുള്ള തെളിവല്ല. ഇതാണ് ഓയന്തരവണ പറഞ്ഞത്. അപ്പൊ ഓയന്തരവ പെരുവണ 4ാം ക്ലാസ്സിലേതല്ല പറഞ്ഞത്. ആ 4ാം ക്ലാസ് നിങ്ങൾക്ക് ഇല്ലാതെ പോയതാണ് ഇവിടെ കഷ്ടമായി പോയത്. കാരണം പണിതാണല്ലോ. അപ്പൊ സഹോദരന്മാരെ, ഈ പറഞ്ഞതിനൊക്കെ നിങ്ങൾ മറുപടി പറഞ്ഞു. ആപ്പിൾ ജ്യൂസ് ആദ്യം പറഞ്ഞ കളവ് മാറ്റി പറഞ്ഞിട്ടില്ലെങ്കിൽ മൈക്ക് കൊടുക്കരുത്. നമ്മളെ SKSF സംഘടനയിൽ ഇങ്ങനെ കളവ് പറയുന്ന ആരുമില്ല. ആദ്യം SKSF വരണമെന്ന് പറയും, എന്നിട്ട് പിന്നെ വേണ്ടാത്ത പറയുന്നു. റിയാസ് ശബ്ദം ഒന്നും കേൾക്കുന്നില്ല. റിയാസ് SBG ഒന്നും കേൾക്കുന്നില്ല. അബ്ദുള്ള ഫൈസി അവിടെ ഉണ്ടോ? അബ്ദുള്ള ഫൈസി എന്നുള്ള ഐഡിയുള്ള ഉസ്താദ് അവിടെ ഉണ്ടോ? അബ്ദുള്ള ഫൈസി ഉസ്താദ് അവിടെ ഉണ്ടോ? ടെക്സ്റ്റ് ഡോട്ട് മാറ്റിയിട്ടുണ്ട്. ഉസ്താദ് അവിടെ ഉണ്ടോ? നേരത്തെ റൈസാൻഡ് ചെയ്തതാണെന്ന് തോന്നുന്നു. ഒരു ടെക്സ്റ്റ് അടിച്ച ഉസ്താദ് ഉണ്ടോ അവിടെ? അബ്ദുള്ള ഫൈസി എന്നുള്ള ഐഡിയിലുള്ള ഉസ്താദ് അവിടെ ഉണ്ടോ? സത്യാവസ്ഥ ഉണ്ടോ അവിടെ? സത്യാവസ്ഥ എന്നുള്ള ഐഡിയിലുള്ള സുഹൃത്ത് അവിടെ ഉണ്ടോ? സത്യാവസ്ഥ ഡോട്ടൊന്നും ഇല്ലല്ലോ. സത്യാവസ്ഥ ഇപ്പൊ രണ്ടാളും ഇല്ല. സത്യാവസ്ഥ ഉണ്ടല്ലേ? ഓക്കെ, സത്യാവസ്ഥ മൈക്കിലേക്ക് വന്നോളൂ. ഹലോ, അസ്സലാമു അലൈക്കും. എനിക്ക് ചോദിക്കാനുള്ളത്, ഈ ഷെയർ മുബാറക്ക് വിശ്വാസമുള്ള ഒരാൾ കൊണ്ടുവന്നിട്ട് ഇത് റസൂലുള്ളാഹിന്റെ മുടിയാണെന്ന് പറഞ്ഞത്, അതിന്റെ സനദ് അവർക്ക് ചിലപ്പോ തെളിയിക്കാൻ പറ്റിയിട്ടില്ലെങ്കിലും അതിനെ എതിർക്കല്, ചിലപ്പോ അത് റസൂലുള്ളാഹിന്റെ മുടിയാണെങ്കിൽ അത് തെറ്റായി പോവില്ലേ അതിനെ എതിർക്കല്? അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഈ മുടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുടിയാവാൻ യാതൊരു സാധ്യതയുമില്ല. 1% പോലും സാധ്യതയില്ല. അതിന് കാരണം ഇപ്പോ അവസാനം ഇപ്പൊ നമുക്ക് തെളിഞ്ഞത് ജാലിയവാലിന്റെ അടുക്കൽ നിന്നാണ് തെളിഞ്ഞിരുന്നത്. ഈ ജാലിയവാലിന്റെ അടുക്കല് നീളമുള്ള, മീറ്റർ കണക്കിലൊക്കെ നീളമുള്ള 10,000 മുടികളുണ്ട് എന്നാ. ഒരു നീണ്ട പേടകത്തിൽ അത് വളർത്തി ചുരുട്ടി തന്നെ മടക്കി വെച്ചിട്ടുണ്ട്. ഇത്രയും അധികം മുടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടേത് ഈ 1400 വർഷം കഴിഞ്ഞതിന് ശേഷം ഒരാളുടെ അടുക്കൽ ഉണ്ടാവാൻ യാതൊരു സാധ്യതയും ഇല്ല. പിന്നെ അതിന് പുറമെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുടിയുടെ നീളം ഇത്രയാണ് ഹദീസിന്റെ കിതാബുകളൊക്കെ ഉണ്ട്. ഇത് അതിനേക്കാളൊക്കെ എത്രയോ ഇരട്ടിയാണ് അതിന്റെ നീളം. അതുകൊണ്ട് തന്നെ അത് റസൂലുള്ളാഹിന്റെ മുടി അല്ല. 1% പോലും അത് റസൂലുള്ളാഹിന്റെ മുടി അല്ല. അതിനും പുറമെ ഈ ജാലിയവാലിന്റെ അടുക്കൽ അത് മാത്രമല്ല ഉള്ളത്, അയാളുടെ അടുത്ത് ഒരുപാട് സാധനങ്ങളുണ്ട്. ഒരു വടി ഇരിക്കുന്നുണ്ട് അവിടെ, ഒരു പുതിയൊരു വടി. അയാൾ പറഞ്ഞത് റസൂലുള്ളാഹിന്റെ വടിയാണ് എന്ന്. അവിടെ ഒരു കുപ്പായ ഇരിക്കുന്നുണ്ട്, അയാൾ പറഞ്ഞത് റസൂലുള്ളാഹിന്റെ കുപ്പായാണെന്ന്.
പിന്നെ വേറെ സ്ഥലത്ത് ഒരു താടി കുറച്ച് രോമങ്ങളുണ്ട്, അത് മുഹീദ്ദീൻ ഷേഖിന്റെ താടിന്റെ രോമാണെന്ന് പറയുന്നത്. വേറെ സ്ഥലത്ത് വേറെ മുടിയുണ്ട്, അത് മുഹീദ്ദീൻ ഷേഖിന്റെ തലയത്തെ രോമങ്ങളാണെന്ന് പറയുന്നു, തലമുടിയാണെന്ന് പറയുന്നു. പിന്നെന്താണ്, പിന്നെ ഒരു കളർ ഫോട്ടോ ഉണ്ട്, അത് മുഹീദ്ദീൻ ഷേഖിന്റെ ഫോട്ടോ എന്ന് അദ്ദേഹം പറയുന്നത്. അതുപോലെ തന്നെ ഇമാം ഷാഫിന്റെ, ഇമാം മാലിക്കിന്റെ ഉള്ള കഴിഞ്ഞു പോയ അംബിയാ മുർസലീങ്ങളൊക്കെ ഓരോ സ്ഥാനാണെന്ന് അയാൾ പറയുന്നത്. അതിനൊന്നും അയാൾക്ക് യാതൊരു തെളിവുമില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ താങ്കളുടെ ആ വാദം അത് റസൂലുള്ളാഹിന്റെ മുടിയാവാൻ യാതൊരു സാധ്യതയും ഇല്ല എന്നാണ് അതിനുള്ള മറുപടി. ഇതൊക്കെ നമ്മൾ പല പ്രാവശ്യവും പറഞ്ഞതാണ്. ഇനി അടുത്ത അബ്ദുള്ള ഫൈസാറുണ്ടാ? ഇതാണ് അല്ല, ആ സാധു ഞാനിപ്പോ ഇയാള് സാധുവാണ്. ആര് ഇയാളെ അത് ബോംബെയിൽ അങ്ങനെ കുറെ ആൾക്കാരുണ്ടല്ലോ, പല തട്ടിപ്പേരുണ്ടല്ലോ ബോംബെയിലത് അങ്ങനല്ലേ. അയാൾ ഏത് രാജ്യക്കാരനെ പറയാം, അയാൾ ഗുജറാത്തി ആണോ? അയാൾ എഴുതുന്നതൊക്കെ ഗുജറാത്തി ഭാഷയിലാന്ന് പറയുന്നത്. പിന്നെ അയാൾ എന്താണ് ബോംബെയിൽ അങ്ങനത്തെ എന്തെല്ലാം ആൾക്കാർ ഇരിക്കുന്നത്, അവരത്തിനൊക്കെ ഒരു സാധനം വാങ്ങിക്കൊടുത്തിട്ട് അതിന് 40 കോടി പൈസ പിരിച്ചിട്ട് പള്ളിയൊക്കെ ഉണ്ടാക്കുകയാണെന്ന് ഖിയാമത്ത് വരെയുള്ള ആളുകളെ പറ്റിക്കലില്ല. അപ്പൊ ഒക്കെ അൽഹംദുലില്ലാഹ് ആ കള്ളത്തരങ്ങളൊക്കെ കണ്ടുപിടിച്ച് ജനങ്ങൾക്ക് സത്യാവസ്ഥ മനസ്സിലാക്കി കൊടുക്കാൻ നമുക്ക് എല്ലാവർക്കും സാധിച്ചിട്ടുമുണ്ട്. അൽഹംദുലില്ലാഹ്. അള്ളാഹു അതിനൊക്കെയുള്ള പൂർണ്ണ സവാബ് നമുക്ക് എല്ലാവർക്കും പ്രദാനം ചെയ്യുകയും അതിന്റെ മഹത്വം കൊണ്ട് അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മുടെ ആഖിറത്തിൽ നമ്മെ രക്ഷപ്പെടുത്തുകയും ചെയ്യുമാറാവട്ടെ എന്ന് ദുആ ചെയ്യുക. ഇനി ഇൻഷാ അല്ലാഹ് അബ്ദുള്ള ഫൈസി അവിടെ ഉണ്ടാ? അബ്ദുള്ള ഫൈസി ഉണ്ടെന്ന് എന്താ തീരുമാനിച്ചത്? നേരത്തെ വിളിച്ചിട്ട് അബ്ദുള്ള ഫൈസി അവിടെ ഇല്ല എന്നാ തോന്നുന്നത്. അബ്ദുള്ള ഫൈസിക്ക് ഡോട്ടുണ്ടാ? ടെസ്റ്റ് ഡോട്ടുണ്ടാ? ഇല്ലല്ലോ, ഡോട്ടില്ല. പിന്നെ എന്താ ഇനി സംശയം തീരാത്ത? എന്താണ് ഈ ആപ്പിൾ ജ്യൂസിന്റെ സംശയം? എന്താ ഇവിടുത്തെ മുടി അല്ലെ വെല്ലൂരത്തെ സ്ഥാനത്ത് വായിക്കാത്ത? ഒന്നാമത്തേനും പറയാനുള്ളത് വെല്ലൂർ ലത്ഫിയ കോളേജോ അല്ലെങ്കിൽ ബാക്കിയാത്തോ ഒന്നും സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടേതല്ല. സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടേതോ അല്ലെങ്കിൽ അതിന്റെ പോഷക സംഘടനകളുടേതോ അല്ല ആ സ്ഥാപനങ്ങളൊന്നും. സമസ്തയുടെയോ സമസ്തയുടെ പോഷക സംഘടനകളുടെയോ കീഴിൽ വല്ല സ്ഥാപനത്തിലും അതിൽ മുടിയുണ്ടെങ്കിൽ അതിന്റെ ആധികാരികത ശരിക്ക് തെളിയിക്കാനുള്ള ബാധ്യതയും നമുക്കുണ്ട്. എന്നാൽ നിങ്ങളുടെ ഈ മുടി നിങ്ങളുടെ കേന്ദ്രത്തിലാണ് ഉള്ളത്, അതുകൊണ്ട് തന്നെ അതിന്റെ ആധികാരികത തെളിയിക്കൽ നിങ്ങളുടെ ബാധ്യതയിൽ പെട്ടതാണ്. അതപ്പോ നിങ്ങളോട് ഇങ്ങനെ ചോദിക്കുന്നത്. പിന്നെ കാസിമി എന്തുകൊണ്ട് അതിന് സനത് പരിശോധിക്കാതെ അത് പിന്നെ കൊടുത്തുന്നൊക്കെയാണ് പിന്നെ ഒരു ചോദ്യം. അത് വെല്ലൂരത്തെ മുടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുടിയാണെന്നുള്ള കാര്യം അറിയപ്പെട്ടൊരു വിഷയമാണത്, എല്ലാവർക്കും അറിയുന്നൊരു വിഷയമാണ്. അവിടെ സനത് ഉണ്ട് എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം. പിന്നെ ഇന്ന് മാത്രമല്ല, അത് ആരും നിഷേധിച്ചിട്ടുമില്ല, ആരും നിഷേധിച്ചിട്ടില്ല. ഇനി അഥവാ നിങ്ങളത് ഔദ്യോഗികമായി നിങ്ങൾ നിഷേധിക്കുന്നു എങ്കിൽ അതിന്റെ യഥാർത്ഥം, അതിന്റെ സത്യാവസ്ഥ സ്ഥിരപ്പെടുത്തുന്ന വിഷയത്തിൽ ഇൻഷാ അല്ലാഹ് ബഹുമാനപ്പെട്ട SKSF അതിൻ്റെതായ പങ്ക് വഹിക്കും എന്നും കൂടി അറിയിക്കുകയാണ്. ഇനി സത്യാവസ്ഥയാണ് ഇനി മൈക്കെടുക്കണ്ടേ അല്ലേ? സത്യാവസ്ഥ റൂട്ടിലല്ലോ നമുക്കിത് വേഗം നിർത്താണ്ട്, അത് വയ്യ ഇങ്ങനെ സംസാരിക്കാൻ. അല്ലെ CD ഇന്നത്തെ പരിപാടിന്റെ CD ആരെയും ഇന്ന് അവിടുത്തെ നടന്ന പരിപാടിന്റെ CD ആരത്തിലുണ്ടാവോ? അത് നമുക്ക് ഉണ്ടാ? ഇന്ന് പിന്നെ നടന്ന പരിപാടി ഉണ്ട് അമീർ. ഓക്കെ, കാരണം അത് തന്നെ ക്ലിയർ ഉണ്ടാകുമോ? അത് വീണ്ടും കേൾക്കണം ആവശ്യപ്പെടുന്നത് പിന്നെ അവിടുന്ന് കേൾക്കുമ്പോൾ ക്ലിയർ ഇല്ലാതെയാണ് നമ്മൾ കേട്ടത്, അതുകൊണ്ടാണ്. അതിൻ്റെതായ ക്ലിയറോട് കൂടി ഒന്ന് കേൾക്കണമെന്നൊരു ആഗ്രഹമുണ്ട്, അതുകൊണ്ടാണ്. പിന്നെ അപ്പൊ ഇനി അടുത്ത സത്യാവസ്ഥ നയിക്കെടുക്കുക. ഇനി നമുക്കിത് നിർത്തുകയല്ലത്. ഈ മറ്റാരെങ്കിലും സിദ്ദീഖ് കരിമ്പറണ്ട? അവിടെ സിദ്ദീഖ് കരിമ്പറണ്ട? എനിക്ക് വയ്യ, അതാണ് പറഞ്ഞത്. സിദ്ദീഖ് കരിമ്പറണ്ട? നമ്മള് ഓക്കെ, ഞാനെന്നാ മൈക്ക് റിസീവ് ചെയ്യാൻ വേണ്ടതുപോലെ ചെയ്യാൻ. അസ്സലാമു അലൈക്കും. ഹലോ ഉസ്താദെ, എന്റെ സംശയം തീർക്കാണ്ട് നിർത്തല്ല കേട്ടോ. എനിക്കറിയാനുള്ളത്, റസൂലുള്ളാന്റെ മുടിയാണെന്ന് വിശ്വാസയോഗ്യനായ ഒരാള് റസൂലുള്ളാന്റെ ഷറ മുബാറക്കാണെന്ന് പറഞ്ഞ് കൊണ്ടുവന്നാല് അത് ചിലപ്പോ അയാൾക്ക് അതിന്റെ സനത് വെളിപ്പെടുത്താൻ കഴിഞ്ഞിട്ടില്ലെങ്കിലും ചിലപ്പോ അത് റസൂലുള്ളാന്റെ മുടിയാണെങ്കിൽ നമ്മളതിനെ എതിർത്താൽ അത് തെറ്റായി പോലെ. എനിക്കതാ അറിയാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നൂർ ഫൈസി ഉസ്താദ് വീണ്ടും വരുന്നുണ്ടാ? മാഷാ അല്ലാഹ്, വന്നോളൂ, ഞാൻ മൈക്ക് വിട്ടു. ഇന്ന്
ഇദ്ദേഹം